ഇന്ന് മൂപ്പൻ്റെ പെങ്ങളുടെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ നേരെ പോയത് വല്യമ്മയുടെ വീട്ടിലോട്ടാണ്. ഫിസൂനെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ആൾ വെളിയിൽ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പാമ്പിനെ കൊടുത്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവളെ ഒരുക്കി സെറ്റാക്കിയിട്ട് ഞങ്ങൾ നേരെ മൂപ്പൻ്റെ കല്യാണത്തിന് പോകാമെന്നോ. ഫിസു ആണെങ്കിൽ മൂപ്പൻ്റെ കല്യാണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ മൂപ്പൻ്റെ കല്യാണമല്ല, മൂപ്പൻ്റെ പെങ്ങളുടെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ കാണാൻ നമുക്ക് വണ്ടിയുടെ ഓഡിറ്റോറിയത്തിനകത്ത് സ്ഥലമില്ലായിരുന്നു. പിന്നെ നേരെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ട് നമ്മൾ കല്യാണം നടക്കുന്ന സിഗ്മ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അങ്ങനെ നമ്മൾ നേരെ എല്ലാവരും നടന്ന് ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കൂടെ അഭിഷേകം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇക്കാടെ ടീച്ചറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പുറത്തിരിക്കുന്ന ഇക്കാടെ ടീച്ചറാണ്. അങ്ങനെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും കാണാം പെണ്ണിൻ്റെ എൻട്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വയറ്റിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു വിശപ്പിൻ്റെ. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും മൂപ്പനെ കണ്ടിട്ടാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഐസ്ക്രീം കുടിക്കാൻ പോയി. പിന്നെ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു പിന്നെ നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു.